അള്ളാഹുവിന്റെ മഹിമ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണവൻ. Allah is great. Allah's greatness is beyond the limits of human comprehension. He is the creator of the heavens and the earth, the sustainer of all life. അവന്റെ മഹത്വം അവന്റെ നാമങ്ങളിലും സവിശേഷതകളിലും പ്രതിഫലിക്കുന്നു. Allahu Allah, Allahu Allah, Allahu Allah, Allahu Allah, Allahu Allah, Allahu Allah, Allahu Allah. الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب. الله 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 الرزاق الفتاح العليم القابض الباسط الخافض الرافع المعيز. الله 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 റസാഖ്, എല്ലാവരെയും രക്ഷയോടെ പരിപാലിക്കുന്നവൻ. അർ റസാഖ് എന്നത് എല്ലാവരെയും വിശാലമായ അനുഗ്രഹങ്ങളാൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ എന്നർത്ഥം. റസാഖ് അള്ളാഹുവിന്റെ അതുല്യമായ പരിപാലന ശേഷിയെ സൂചിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ ഉപജീവന വ്യവസ്ഥകളും ആശ്രയവുമാണ് അള്ളാഹു നൽകുന്നത്. വിശ്വാസികളായാലും അല്ലാത്തവരായാലും അള്ളാഹു എല്ലായിടത്തും ആഹാരവും ആശ്രയവും ലഭ്യമാക്കുന്നു. ഇല്ലായ്മകളിലും സങ്കടങ്ങളിലും പോലും ഇല്ലാതെ അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ റിസ്ക് നൽകുന്നു. അൽ ഫത്താഹ്, വഴികൾ തുറക്കുന്നവൻ. അൽ ഫത്താഹ് എന്നത് വഴികൾ തുറക്കുന്നവൻ, എല്ലാം വിശാലമാക്കുന്നവൻ എന്നർത്ഥം. ഫത്താഹ് എന്നത് അള്ളാഹുവിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കുന്നതിനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇല്ലായ്മകളിൽ ആർക്കും വഴികളിൽ നിന്ന് തോന്നിയപ്പോൾ അള്ളാഹു അവരുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നു. ഉല്ലാസവും മനസമാധാനവും നൽകുന്നു. അവന്റെ സഹായത്തിലൂടെ മുഴുവൻ വിഷയങ്ങളിലും വിജയത്തിലേക്ക് നയിക്കാനുമുള്ള കഴിവാണ് ഫത്താഹ് എന്ന പദം പ്രതിനിധീകരിക്കുന്നത്. അൽ അലീം, എല്ലാം അറിഞ്ഞിരിക്കുന്നവൻ. അൽ അലീം എന്നത് എല്ലാം അറിഞ്ഞിരിക്കുന്നവൻ, അവിസ്മരണീയമായ അറിവുള്ളവൻ എന്നർത്ഥം. അലീം എന്നത് അള്ളാഹുവിന്റെ അനന്തമായ അറിവിനെയും അറിവിന്റെ വ്യാപ്തിയെയും സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം അറിയാനും മറിഞ്ഞതോ വെളിപ്പെട്ടതോ എന്ന് നോക്കാതെ അള്ളാഹുവിന് ഓരോ വ്യക്തിയുടെ മനസ്സിന്റെ ആലോചനകൾ, പ്രവൃത്തികൾ, പക്ഷപാതങ്ങൾ എന്നിവ അറിയാം. അള്ളാഹു സൃഷ്ടിയിലുള്ള ഓരോ കണികയുടെയും രഹസ്യങ്ങളും തുറന്നിട്ട വിവരങ്ങളും അറിയുന്നവനാണ്. അൽ ഖാബിദ്, നിയന്ത്രിക്കുന്നവൻ, ഒതുക്കുന്നവൻ. അൽ ഖാബിദ് എന്നത് നിയന്ത്രിക്കുന്നവൻ, ഒതുക്കുന്നവൻ എന്നർത്ഥം. ഖാബിദ് എന്ന പദം അള്ളാഹുവിന്റെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. അള്ളാഹു ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാധനങ്ങളുടെയും സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ദൈവിക നിയന്ത്രണമാണ്. അള്ളാഹു തന്റെ ഇഷ്ടപ്രകാരം അനുഗ്രഹം കുറയ്ക്കാനും പരീക്ഷണത്തിലാക്കാനും കഴിവുള്ളവനാണ്. ജീവന്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ വിശ്വാസികളെ പരീക്ഷിക്കുവാനാണ് ഖാബിദ് എന്ന നിലയിൽ കാണപ്പെടുന്നത്. ഈ 4 പേരുകളും അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ വ്യത്യസ്ത മേഖലയിലെ ശക്തി, അറിവ്, പരിപാലനം, നിയന്ത്രണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അർ റസാഖ് അള്ളാഹുവിന്റെ പരിപാലനത്തെ, അൽ ഫത്താഹ് വഴികൾ തുറക്കാനുള്ള കഴിവിനെ, അൽ അലീം അറിയാനും കൃത്യമായി നയിക്കാനും കഴിയുന്നതിന് സാക്ഷ്യം വഹിക്കുന്നു.
അൽ ബാസിദ് വിശാലമാക്കുന്നവൻ, ധന്യദാനങ്ങൾ പ്രദാനം ചെയ്യുന്നവൻ. അൽ ബാസിദ് എന്നത് വിശാലമാക്കുന്നവൻ, ദാനങ്ങൾ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ബാസിദ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശ്വാസികളിലേക്ക് പ്രദാനം ചെയ്യുവാനുള്ള കഴിവിനെയും വ്യാപ്തിയെയും സൂചിപ്പിക്കുന്നു. അള്ളാഹു വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ആഹാരവും ധനവും സമൃദ്ധിയോടെയും വിതരണം ചെയ്യുന്നു, അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ബാസിദ് എന്ന നിലയിൽ അള്ളാഹു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും നിറക്കുകയും അള്ളാഹുവിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. താഴ്ത്തുന്നവൻ, എന്നത് താഴ്ത്തുന്നവൻ, അഭിമാനവശാലുള്ള അഹന്തതയിലും തകർച്ചയിലും ഇടുന്നവൻ എന്നർത്ഥം. ഹാഫിൽ എന്നത് അള്ളാഹുവിന്റെ നീതിയായ നിർണയത്തിന്റെ ഭാഗമായ ചുവടുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തി പ്രതിനിധാനം ചെയ്യുന്നു. അള്ളാഹു അഹങ്കാരികൾക്ക് തങ്ങൾ കുറവാണെന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്നു. ഈമാനിലും ധാർമ്മികതയിലും ഇല്ലാത്തവരെ അള്ളാഹു താഴേക്കടിക്കുകയും അവരുടെ പിശാചിന്റെ പാതയിൽ ഉള്ളതിന്റെ ഫലമായി തകർച്ചയിലേക്ക് അടുപ്പിക്കുവാനും കഴിവുള്ളവനാണ്. അൽ റാഫി ഉയർത്തുന്നവൻ. അൽ റാഫി എന്നത് ഉയർത്തുന്നവൻ, വിശ്വാസികൾക്കും നീതിമാന്മാർക്കും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നവൻ എന്നർത്ഥം. റാഫി എന്നത് അള്ളാഹുവിന്റെ ദൈവീക കരുണയുടെ ഭാഗമായ ഉയർച്ചകളെ സൂചിപ്പിക്കുന്നു. വിശ്വാസികളായവരെ അള്ളാഹു ആത്മീയമായും ധാർമ്മികമായും ഉയർത്തുന്നു. അള്ളാഹുവിന്റെ കൃപാപ്രവാഹത്തിലൂടെ വ്യക്തികൾ ഉയർന്നു നിൽക്കുമ്പോഴും അവരുടെ വിശ്വാസം ശക്തമാക്കുവാനും അള്ളാഹു സഹായിക്കുന്നു. റാഫി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കരുണയ്ക്കുള്ള ദിവ്യ പ്രതിഫലനമാണ്. അൽ മുഹിസ് ബഹുമാനവും മാന്യതയും നൽകുന്നവൻ. അൽ മുഹിസ് എന്നത് ബഹുമാനവും മാന്യതയും നൽകുന്നവൻ, അവർക്ക് ഉന്നത നിലയിൽ നിൽക്കുന്നവൻ, കഴിവ് നൽകുന്നവൻ എന്നർത്ഥം. മുഹിസ് എന്നത് അള്ളാഹുവിന്റെ ദയാപ്രസാദങ്ങൾക്ക് വിധേയമായി വിശ്വാസികളായവർക്ക് ബഹുമാന്യതും മാന്യതയും നൽകുന്നവനെ പ്രതിനിധാനം ചെയ്യുന്നു. അള്ളാഹുവിന്റെയോ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ അള്ളാഹു ബഹുമാനത്തിന്റെ ഉയർച്ചയിൽ കൊണ്ടുവരും. അവൻ സ്വന്തം കരുണയിൽ നിന്നുള്ള ദാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ലാഭം നൽകുകയും അവരെ ബഹുമാനിക്കപ്പെടുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. ഈ 4 പേരുകളും അള്ളാഹുവിന്റെ ശക്തിയും മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവീകവും ധാർമ്മികവുമായ വ്യത്യസ്ത മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. അൽ ബാസിദ് വിശാലമായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന്, അൽ ഖാഫിൽ ചിലരെ താഴേക്ക് വെച്ചു കാണിക്കുന്നത്, അൽ റാഫി ഉന്നത സ്ഥാനങ്ങൾ നൽകുന്നതിന്, അൽ മുഹിസ് ബഹുമാനവും മാന്യതയും നൽകുന്നതിന് ആരാധിക്കപ്പെടുന്നവനാണ്. അല്ലാഹു